അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ കായ വെളിച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത 3 പഴം എടുത്തിന്. ആ പഴം തൊലി കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടിയെടുക്കുക. നമ്മളെ കണ്ണൂർ പറയുന്ന പോലെ വാട്ടിയെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നാക്കും അടിച്ചിട്ടില്ല എന്നതാണ്. അപ്പം അതിലേക്ക് അത് ചൂടായി വന്നാൽ ഈ പഴം അതിലിട്ട് കൊടുക്കുക. നന്നായി വാട്ടിക്കൊടുക്കുക എന്നും പറയും നമ്മൾ കണ്ണൂർ. പിന്നെ ഇല വാട്ടാന്നെല്ലാം പറയില്ലേ, അതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് കളറ് മാറി വരും. ചെറുതായി ഒന്ന് ഉടഞ്ഞു പോയാലൊന്നും സാരമില്ല, ഉടഞ്ഞാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പിന്നെ വാട്ടിക്കൊടുക്കുക. പിന്നെ ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പം 3 പഴമല്ലേ എടുത്തത്, അതുകൊണ്ട് 4 മുട്ട. എൻ്റെ അടുത്തുള്ളത് 4 വലിയ മുട്ടയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ മുട്ടയാണെങ്കിൽ 5 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. മുട്ട എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരുപാട് എടുക്കണം എന്നല്ല. അപ്പോൾ 3 മുട്ടയ്ക്ക് 4-5 3 പഴത്തിന് 4-5 മുട്ടയാണ് കണക്ക്. ആ മുട്ടയിലേക്ക് 4 മുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക, ഒരു പിഞ്ച് ഉപ്പ്, ഇത്തിരി ഏലക്കായ്പ്പൊടി, അതിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതേ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. പിന്നെ അതിൽ കുറച്ച് കാഷ്നട്ട് ഇട്ട് വഴറ്റി കൊടുക്കുക. നേരത്തെ ഗീ ബാക്കി ഉണ്ടെങ്കിൽ അത് തന്നെ മതി, അല്ലെങ്കിൽ ഇത്രയും കൂടി ഗീ ഒഴിച്ചു കൊടുത്ത് അതിൽ കാഷ്നട്ട് വറുത്തെടുക്കുക. അത് മാറ്റി വെക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച പാടെ കുക്കായി വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണം. കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അതൊന്ന് പരുവായി വരും. അതിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായി വെന്ത് വരും. എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരുന്ന പാകത്തിൽ ഇളക്കി മിക്സാക്കി കൊടുക്കുക. 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഈ ഒരു പരുവായി വരും. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പില്ലേ, അത് നുറുക്കിയിട്ടിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ പഴം ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. പഴം കൂടി അതിലിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്, കണ്ണൂർ സ്പെഷ്യലാണ്.